എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ സിവിൽ എഞ്ചിനീയറിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് വരാൻ പോകുന്ന ഓവർസിയർ ഗ്രേഡ് 2 എക്സാംസ് 2 മാസത്തിലുണ്ട്. അതായത് ഒക്ടോബറിലുണ്ട്, നവംബറിലുണ്ട് ആൻഡ് ഡിസംബറിൽ നമ്മൾ ഈ എക്സാമിന് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും മെജോറിറ്റി ബിടെക് ഗ്രാജുവേറ്റ്സിൻ്റെയും ഫോക്കസ് എന്ന് പറയുന്നത് ഈ എക്സാം ആയിരിക്കും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വരുന്ന 2 ഓവർസിയർ എക്സാമിനെ മറന്നു പോകാൻ പാടില്ല. ബിക്കോസ് നമുക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാത്തിനും ഈക്വലി ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഇനി വരുന്ന ഓവർസിയർ എക്സാംസിനെ ഫോക്കസ് ചെയ്ത് എസ്പെഷ്യലി നമുക്ക് 30th നടക്കുന്ന ഓവർസിയർ ഗ്രേഡ് 3 അതായത് വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിനെ ബേസ് ചെയ്ത് നമ്മളൊരു റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് അതായത് നമ്മുടെ മൊഡ്യൂൾസ് സിവിൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾസിനെ ബേസ് ചെയ്ത് കുഞ്ഞു ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒരു റിവിഷൻ മോഡാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആൾക്കാർ അതായത് ഈ എക്സാമിന് പഠിക്കുന്നവർക്കാണെങ്കിലും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഈ ഒരു ക്വസ്റ്റൻ നമ്മൾ ഇതുവരെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന എല്ലാ 2020 ശേഷം നടന്ന എല്ലാ ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസിൻ്റെയും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നുള്ള ക്വസ്റ്റൻസ് മാക്സിമം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സീരീസ് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് തീർച്ചയായും വരും, ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. ഇത് ക്വസ്റ്റൻസ് ആസ് സച്ച് തന്നെ ചോദിക്കാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് മൊഡ്യൂൾസ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യം ഉണ്ടാകും, മെക്കാനിക്കൽ പോർഷൻസ് ഉണ്ട്, മെക്കാനിക്കൽ ഡിസ്കസ് ചെയ്തില്ലേ. നമ്മൾ ലാസ്റ്റ് ഒരു 5 days ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട്. അന്നത്തെ ലൈവ് സീരീസിൽ നമ്മൾ മെക്കാനിക്കൽ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഒരു ക്വസ്റ്റനിലേക്ക് പോകാം. ഹൗ മെനി ബാറ്റൺസ് വിൽ ബി ദെയർ ഫോർ എ ഡ്രോയിങ് ബോർഡ്? ഒരു ഡ്രോയിങ് ബോർഡിൽ എത്ര ബാറ്റൺസ് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1, 2, 3, 4. അപ്പോൾ ഇത് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഡ്രോയിങ് ബോർഡിനെ ബേസ് ചെയ്ത് ഡ്രോയിങ് ബോർഡിൻ്റെ സൈസോ അല്ലെങ്കിൽ ഡ്രോയിങ് ബോർഡിൻ്റെ ഈ ഒരു പാരാമീറ്റേഴ്സോ ഒക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് ഡ്രോയിങ് ബോർഡിനെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഡ്രോയിങ് ബോർഡ് എല്ലാവർക്കും അറിയാം, ഇതാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡ്. അപ്പോൾ ഡ്രോയിങ് ബോർഡ് വുഡ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. സാധാരണ ഇത് റെക്ടാങ്കുലർ ഷേപ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇറ്റ് ഇസ് റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്. പിന്നെ നമുക്ക് സോഫ്റ്റ് വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വെൽ സീസൺഡ് ആയിട്ടുള്ള സോഫ്റ്റ് വുഡ് അടുക്കിയാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 25 mm തിക്നെസ് ആണ്. അപ്പോൾ ഈ ഡ്രോയിങ് ബോർഡിൻ്റെ തിക്നെസ് വേണമെങ്കിൽ ചോദിക്കാം. ഇറ്റ് ഇസ് 25 mm. നമ്മൾ ഇതുപോലെയുള്ള തിൻ വുഡൻ സീസൺഡ് ആയിട്ടുള്ള വുഡൻ പീസസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ 2 ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെ കണ്ടോ? ഈ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെയാണ് ഞാൻ ഈ റബ്ബർ വെച്ചിട്ട് കാണിച്ചു തരാം. ഈ 2 ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ടാവല്ലോ. ആ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ട് യു കോൾ ബാറ്റൺസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ബാറ്റൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്റൺസ് എത്ര എണ്ണം ഉണ്ടാവുന്നതായിരുന്നു നമ്മുടെ ചോദ്യം. സോ എത്ര ബാറ്റൺസ് ഉണ്ട്? 2 ബാറ്റൺസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചോദ്യം എന്ന് പറയാം. ഓക്കെ, 2 ബാറ്റൺസ് ഉണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇത് വാർപ്പ് ചെയ്ത് അതായത് മടങ്ങി പോവാതിരിക്കാൻ വേണ്ടി 2 ബാറ്റൺസ് ടോപ്പിലും ബോട്ടത്തിലും കൊടുക്കും. ഓക്കെ, അപ്പോൾ ബാക്ക് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ബോർഡിൻ്റെ ഒരു എഡ്ജിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് എഡ്ജ് എന്ന് പറയും. വർക്കിംഗ് എഡ്ജ്. ഈ വർക്കിംഗ് എഡ്ജിൻ്റെ ഭാഗത്താണ് നമ്മുടെ T² ഒക്കെ വെച്ചിട്ട് സ്ലൈഡ് ചെയ്ത് ഡ്രോയിങ് നടത്തുന്നത്. അപ്പം ഡ്രോയിങ് ബോർഡിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേര് വർക്കിംഗ് എഡ്ജ്. അവിടെയാണ് നമ്മൾ ഡ്രോയിങ് ഒക്കെ സാധാരണ നടത്താറുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യം ചോദിക്കുന്നത് എന്തൊക്കെ ചോദിക്കാം? ഈ വുഡൻ പ്ലാങ്കിൻ്റെ സൈസ് ചോദിക്കാം. 25 mm ആണെന്ന് ചോദിക്കാം. എത്ര ബാറ്റൺസ് ഉണ്ട്? 2 ബാറ്റൺസ് ഉണ്ട്. അതുപോലെ തന്നെ വെൽ സീസൺ ടിമ്പർ ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം സൈസ് ഓഫ് ഡ്രോയിങ് ബോർഡാണ്. ഇതില്ലാത്ത ചോദ്യ പേപ്പറുകൾ വളരെ കുറവാണ്. ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് ഓർത്ത് വെക്കുക. B0, B1, B2, B3 ഇങ്ങനെ 4 ഡെസിഗ്നേഷനിൽ നമുക്ക് ഡ്രോയിങ് ബോർഡ് ഉണ്ട്. അതിൻ്റെ സൈസ് 1000 by 1500 ആണ് ബി നോട്ടിന്. B1ന് 700 by 1000 അതുപോലെ എഴുതുക. 1500 ഏകദേശം പകുതിയാണ് 700. ദെൻ B2 എന്ന് പറയുന്നത് 1000ൻ്റെ ജസ്റ്റ് പകുതി 500, 700 അതുപോലെ തന്നെ എഴുതി. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ 500 അതുപോലെ എഴുതും. 700ൻ്റെ പകുതി 350. പഠിക്കാൻ എളുപ്പമാണ്. സോ ഡ്രോയിങ് ബോർഡിൻ്റെ ഡെസിഗ്നേഷൻ അനുസരിച്ച് B0 മുതൽ B3 വരെ ഉണ്ട്. സൈസസ് പഠിച്ചു വെക്കുക. ഈ ടേബിളിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അതോടുകൂടി ബോർഡ് കഴിഞ്ഞു. ബോർഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഏകദേശം പറയും. അടുത്ത ചോദ്യം, ദ പാർട്ട് ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു T². T²ന്റെ പാർട്ട് അല്ലാത്ത ഭാഗം ഏതൊക്കെയാണ്? ഓപ്ഷൻ എ വർക്കിംഗ് എഡ്ജ്, ഓപ്ഷൻ ബി ബ്ലേഡ്, ഓപ്ഷൻ സി സ്റ്റോക്ക്, ഓപ്ഷൻ ഡി എബോണി. 4 പാർട്ടുകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് T²ൻ്റേതല്ലാത്ത പാർട്ട് ഏതാണ്? അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ T² എന്ന് പറഞ്ഞാൽ T² ആക്ച്വലി 2 പാർട്ടാണുള്ളത്. ഞാൻ ഫിഗർ കാണിച്ചു തരാം. ഇതുപോലെ 2 പാർട്ടാണുള്ളത്. ഒരു പാർട്ട് സ്റ്റോക്കും ഒരു പാർട്ട് ബ്ലേഡും. ഈ എഴുതിയിരിക്കുന്നത് ഇതാണ് ബ്ലേഡ്, ഇതാണ് സ്റ്റോക്ക്. അപ്പം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. 2 പാർട്സ് ഉണ്ട്, സ്റ്റോക്കും ബ്ലേഡും ഉണ്ട്. എന്നിട്ട് ഈ സ്റ്റോക്കും ബ്ലേഡും നോക്കിക്കേ റൈറ്റ് ആംഗിൾ അതായത് 90 ഡിഗ്രിയിലാണ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ബ്ലേഡും ഉണ്ട് സ്റ്റോക്കും ഉണ്ട്.
ആൻഡ് ദേ ആർ കണക്റ്റഡ് അറ്റ് 90 ഡിഗ്രി ടു ഈച്ച് അതർ. സ്ക്രൂവിൻ്റെയും പിന്നിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഇതിന് രണ്ടിനെയും നമ്മൾ 90 ഡിഗ്രി കണക്ട് ചെയ്ത് കൊടുത്തിരിക്കും. ഓക്കെ, ഇനി സ്റ്റോക്ക് ഇസ് പ്ലേസ് അഡ്ജോയിനിങ് ദ വർക്കിംഗ് എഡ്ജ് ഓഫ് ദ ബോർഡ് ആൻഡ് ഇസ് മെയ്ഡ് ടു സ്ലൈഡ് ഓൺ ഇറ്റ്. ഒന്നും കാര്യമില്ല, അതായത് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് വർക്കിംഗ് എഡ്ജിലാണ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് എഡ്ജ് ഉണ്ട്, ബ്ലേഡ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇത് മൂന്നും ടി സ്ക്വയറിന്റെ പാർട്സ് ആണ് എന്ന് മനസ്സിലായി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പാർട്ട് ദാറ്റ് ഡസൻ ബിലോങ് ടു ടി സ്ക്വയർ. വർക്കിംഗ് എഡ്ജ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ബ്ലേഡ് ഉണ്ടോ? നമ്മൾ എന്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞ? ബ്ലേഡും ഉണ്ട്, സ്റ്റോക്കും ഉണ്ട്. അത് രണ്ടും 90 ഡിഗ്രി കണക്ട് ചെയ്ത് വരും. അപ്പം ബ്ലേഡ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, വർക്കിംഗ് എഡ്ജ് ഉണ്ട്. അപ്പം ഇല്ലാത്ത പാർട്ട് ഏതാണ്? എബോണി. ദ പാർട്ട് ദാറ്റ് ഡസൻ ബിലോങ് ടു ടി സ്ക്വയർ ഇസ് എബോണി. ബാക്കി എല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ ടി സ്ക്വയറിന്റെ പാർട്സ് ആണ്. അപ്പം നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളിപ്പം നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡിപ്ലോമ ലെവലിലെ പേപ്പർ ആയിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ പറയാം, എല്ലാ പാർട്ടും നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രം ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നും മിസ്സാക്കാതെ പഠിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ടി സ്ക്വയർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റും. യൂസ് ഫോർ ഡ്രോയിങ് ഹൊറിസോണ്ടൽ ലൈൻസ്. ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാനാണ് ടി സ്ക്വയർ ഉപയോഗിക്കുന്നത്. വർക്കിംഗ് എഡ്ജിനെ നമ്മൾ വർക്കിംഗ് എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ സെറ്റ് സ്ക്വയർ ഒക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ യൂസസ് ഏതൊക്കെയാണ് എന്നെങ്ങാനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ചോദിക്കുവാണെങ്കിൽ മാത്രം ഇത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം രണ്ട് ഇൻസ്ട്രുമെന്റ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ സ്കെയിൽസിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്കെയിൽ സെറ്റ് ഉണ്ട്. സെറ്റ് ഓഫ് സ്കെയിലിനെ ബേസ് ചെയ്ത് പണ്ട് മുതൽക്കേ ഓവർസിയർ എക്സാംസ് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ സ്കെയിൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്ജിൽ ഒരു സ്കെയിലും അപ്പുറത്തെ എഡ്ജിൽ അടുത്ത സ്കെയിലും ആയിരിക്കും. അപ്പോൾ ആ സ്കെയിലിൻ്റെ റേഞ്ച് നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് സ്കെയിൽ മെയിൻലി ഉള്ളത് M1 മുതൽ M8 വരെയാണ്. M1, M2, M3, M4, M5, M6, M7, M8. ഈ ടേബിളിൽ കാണിക്കുന്ന പോലെ M1 മുതൽ M8 വരെ നമുക്ക് സ്കെയിൽ സെറ്റ് ഉണ്ടാവാറുണ്ട്. ഒരു എഡ്ജിലെ സ്കെയിലും അതർ എഡ്ജിലെ സ്കെയിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു എഡ്ജിൽ 1:1 ആണ് M1 ആകുമ്പം അത് രണ്ടാമത്തെ എഡ്ജ് എത്തുമ്പോൾ എത്രയായി? 1:2 ആയി മാറും. ഓക്കെ, ദെൻ M2 എന്ന് പറഞ്ഞാൽ 1:2.5, 1:5. M3 എന്ന് പറഞ്ഞാൽ M10, 1:10, 1:20. M4 എന്ന് പറഞ്ഞാൽ 1:50, 1:100. M5 എന്ന് പറഞ്ഞാൽ 1:200, 1:500. M6 എന്ന് പറഞ്ഞാൽ 1:300, ജസ്റ്റ് ട്വൈസ് ആയിരിക്കും. ദെൻ M7 400, 800. M8 1000, 2000. അപ്പോൾ ഒരു സൈഡിൽ ഒരു എഡ്ജിലുള്ള സ്കെയിലിൻ്റെ ജസ്റ്റ് ട്വൈസ് ആയിരിക്കും അടുത്ത എഡ്ജിൽ ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇതാണ് നമ്മുടെ സെറ്റ് ഓഫ് സ്കെയിൽ. 8 സ്കെയിൽ സെറ്റാണ് ഉണ്ടാവാറ്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽസിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് സ്കെയിൽസ് പറയാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ എൻലാർജ്മെന്റ് സ്കെയിലുണ്ട്, രണ്ടാമത്തെ ഫുൾ സൈസ് സ്കെയിലുണ്ട്, മൂന്നാമത്തെ റിഡക്ഷൻ സ്കെയിൽ. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ ഡ്രോയിങ്സിലുള്ള സ്കെയിൽ പറയുന്ന കോഡ് ഏതാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. കോഡ് IS 46-1988 ആണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, IS 46-1988 പ്രകാരം നമുക്ക് 3 തരത്തിലെ സ്കെയിലാണുള്ളത്. എൻലാർജ്മെന്റ് സ്കെയിൽ, ഫുൾ സൈസ് സ്കെയിൽ, റിഡക്ഷൻ സ്കെയിൽ. ഓക്കെ, അപ്പോൾ എൻലാർജ്മെന്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ 50:1, 20:1, 10:1 അല്ലെങ്കിൽ 5:1, 2:1 അങ്ങനെയൊക്കെ നമുക്ക് എൻലാർജ്മെന്റ് സ്കെയിലിൽ പറയാം. ഫുൾ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ കാണുന്നത് അത് തന്നെയാണ് നമ്മൾ പേപ്പറിലും വരയ്ക്കുന്നത്. അപ്പം ഫുൾ സൈസ് 1:1 ആണ് ഫുൾ സൈസ് സ്കെയിലിൻ്റെ സ്കെയിൽ വരിക. റിഡക്ഷൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതാക്കുക 1:2, 1:5, 1:10 അല്ലെങ്കിൽ 1:20, 1:50, 1:100. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എൻലാർജ്മെന്റ് സ്കെയിൽ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ആൻ എൻലാർജ്മെന്റ് സ്കെയിൽ അങ്ങനെ ചോദിക്കുക. അപ്പോൾ എൻലാർജ്മെന്റ് സ്കെയിൽ എന്താണെന്നും പ്ലെയിൻ സ്കെയിൽ എന്താണെന്നും റിഡക്ഷൻ സ്കെയിൽ എന്താണെന്നും അറിഞ്ഞാൽ മാത്രമേ അതിന് ഉത്തരം എഴുതാനായിട്ട് സാധിക്കൂ. അപ്പോൾ അതാത് സ്കെയിൽ തന്നു കഴിഞ്ഞാൽ ഫുൾ സ്കെയിലും എൻലാർജ്മെന്റ് എന്താ 50:1, അതായത് ഫസ്റ്റ് ഉള്ള നമ്പർ കൂടുതൽ. അപ്പം നമുക്ക് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ വലുതാക്കുകയാണ്. അപ്പോൾ ആദ്യം എഴുതുന്ന നമ്പർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ 1:1 എന്ന് രണ്ടാമത് എഴുതുകയാണ്. 1 രണ്ടാമത് എഴുതുകയാണെങ്കിൽ അത് എൻലാർജ്മെന്റ് സ്കെയിലും, റിഡക്ഷൻ സ്കെയിൽ 1:1 അങ്ങനത്തെ റേഷ്യോ എഴുതുവാണെങ്കിൽ അത് റിഡക്ഷൻ സ്കെയിലുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്കെയിൽസ്. ഇനി നമുക്ക് അടുത്തത് ഡ്രോയിങ് ബോർഡിൻ്റെ ഡെസിഗ്നേഷൻ പോലെ തന്നെ നമുക്ക് പേപ്പറിൽ സ്ഥിരം ചോദിക്കാറുള്ളതാണ് നമ്മുടെ സൈസ്, ഷീറ്റിൻ്റെ സൈസ്. ഷീറ്റിൻ്റെ സൈസും ഏരിയയും സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പോൾ ഷീറ്റിൻ്റെ ഡെസിഗ്നേഷൻ അനുസരിച്ച് A0, A0, A1, A2, A3 അല്ലെങ്കിൽ A0, A1, A2, A3, A4, A5 വരെ ഉണ്ട്. A4 വരെയാണ് നോർമലി പറയാറ്. A5 ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ ട്രിംഡ് സൈസും അൺട്രിംഡ് സൈസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ട്രിംഡ് സൈസ് എന്ന് തന്നെ എടുത്ത് ചോദിക്കും, ചിലപ്പോൾ അൺട്രിംഡ് സൈസ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡ് പഠിച്ച പോലെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. 841/1149 ആദ്യം പഠിക്കാം. എന്നിട്ട് ഈ 841 അതുപോലെ തന്നെ എഴുതുക. 1189ൻ്റെ പകുതി 594 ആണ്. 594 അതുപോലെ എഴുതുക. 841ൻ്റെ ബാക്കി പകുതി 420. ഇനി
420 അതുപോലെ തന്നെ എഴുതുക. 594ന്റെ പകുതി 297. 420 വന്നു, 297 വന്നു. 297 അതുപോലെ എഴുതുക. 420യുടെ ജസ്റ്റ് പകുതിയാണ് 210. 210 അതുപോലെ എഴുതുക. 297ന്റെ 140. ഇതാണ് നമ്മുടെ ഷീറ്റിന്റെ ഡെസിഗ്നേഷൻ, ട്രിംഡ് സൈസ്. ഇനി അൺട്രിംഡ് സൈസ് എന്ന് പറഞ്ഞാൽ 880 by 1230, 625 by 880. അത് നോക്കി 880 അതുപോലെ എഴുതിയേക്കുക, കണ്ടോ? 880 അതുപോലെ ഇരിക്കുക. 625 എന്ന് പറഞ്ഞാൽ 1230യുടെ പകുതി. 625 അതുപോലെ എഴുതുക. 880യുടെ പകുതി 440 ആണ്. 450 ഏകദേശം അത് തന്നെ വരും. അപ്പോൾ ഓപ്ഷൻസ് അത്രയും ക്ലോസ് ആയിട്ട് വരത്തില്ല. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി 330 അതുപോലെ എഴുതുക. 450യുടെ പകുതി 240. 240 അതുപോലെ എഴുതുക. 330യുടെ പകുതി 165. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അൺട്രിംഡ് സൈസും ട്രിംഡ് സൈസും വരും. ഷീറ്റ് ഡെസിഗ്നേഷൻ A0, A1, A2, A3, A4, A5 ഇത് വെച്ചിട്ട് ട്രിംഡ് സൈസും അൺട്രിംഡ് സൈസും, അതുപോലെ തന്നെ ബോർഡിന്റെ സൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മിസ്സാക്കാതെ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ടൈപ്പ് ഓഫ് ലൈൻസ് ആണ്. ഇതിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അത് നമ്മൾ ടൈപ്പ് ഓഫ് ലൈനും അതിന്റെ ആപ്ലിക്കേഷനും പറയുന്ന കോഡ് പഠിച്ചു വെക്കുക. IS 10714 പാർട്ട് 20 2001 BIS SP 46 2003 നമുക്ക് ടൈപ്പ് ഓഫ് ലൈനും അതിന്റെ ആപ്ലിക്കേഷൻസും പറഞ്ഞു തരുന്ന കോഡുകൾ. അപ്പോൾ അത് പ്രകാരം ഞാനൊരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് നാരോ ലൈൻ ആണ്. അതായത് ഇതുപോലെ കണ്ടിന്യൂസ്ലി ഒരു നാരോ ലൈൻ വരച്ച് അത് ഡയമെൻഷൻ ലൈൻ ആയിട്ടോ എക്സ്റ്റൻഷൻ ലൈൻ ആയിട്ടോ ലീഡർ ലൈൻ ആയിട്ട് റെഫറൻസ് ലൈൻ ആയിട്ട് ഷോർട്ട് സെന്റർ ലൈൻ ആയിട്ട് പ്രൊജക്ഷൻ ലൈൻ ആയിട്ട് ഹാച്ചിങ് ലൈൻ ആയിട്ട് കൺസ്ട്രക്ഷൻ ലൈൻ ഗൈഡ് ലൈൻസ് ദെൻ റിവോൾഡ് സെക്ഷൻസിന്റെ ഔട്ട്ലൈൻ ആയിട്ട് ഇമാജിനറി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ആയിട്ടൊക്കെ നമുക്ക് കണ്ടിന്യൂസ് നാരോ ലൈനെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ലൈനാണ് കണ്ടിന്യൂസ് നാരോ ഫ്രീ ഹാൻഡ് ലൈൻ. ഇത് മറ്റേ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെങ്കിൽ ഇത് ഫ്രീ ഹാൻഡിൽ വരയ്ക്കുന്ന ലൈനാണ് കണ്ടിന്യൂസ് നാരോ ഫ്രീ ഹാൻഡ് ലൈൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാണാം, അത് പാർഷ്യലി ഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമുക്ക് പകുതി മാത്രം കാണാൻ പറ്റുന്ന വ്യൂസ് ആയിട്ടോ കട്ടിനെയോ സെക്ഷൻസിനെയോ ഒക്കെ കാണിക്കുന്നതാണ് കണ്ടിന്യൂസ് നാരോ ഫ്രീ ഹാൻഡ് ലൈൻ എന്ന് പറയും. ഓക്കെ, ഇനി കണ്ടിന്യൂസ് നാരോ സിക്സാക് ലൈൻ ഉണ്ട്. സിക്സാക് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് കട്ടോ സെക്ഷൻസോ അതിനെയൊക്കെ നമ്മൾ കാണിക്കുന്നതിനാണ്, സിമെട്രിക്കൽ പോർഷൻസിനെയൊക്കെ കാണിക്കാനാണ് നമ്മൾ സിക്സാക്സ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി കണ്ടിന്യൂസ് വൈഡ് ലൈൻ ഉണ്ട്. അത് വിസിബിൾ എഡ്ജസ് വിസിബിൾ ഔട്ട്ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. നമ്മൾ സാധാരണ മാപ്പ് ഓഫ് ഫ്ലോ ചാർട്ടിലും ഒക്കെയാണ് കണ്ടിന്യൂസ് വൈഡ് ലൈൻ ഉപയോഗിക്കാറുള്ളത്. ദെൻ ഡാഷ്ഡ് നാരോ ലൈൻ ഉണ്ട്. ഡാഷ് ഇട്ട് ഇങ്ങനെ വിടവിട്ട് വരയ്ക്കുന്ന ലൈൻ, അത് നമ്മൾ മെയിൻലി ഹിഡൻ എഡ്ജസ് കാണാൻ പറ്റാത്ത എഡ്ജസോ ഔട്ട്ലൈൻസോ ഒക്കെ കാണിക്കാനാണ് ഡാഷ്ഡ് നാരോ ലൈൻ ഉപയോഗിക്കുന്നത്. ഇനി ലോങ് ഡാഷ്ഡ് ഡോട്ടഡ് നാരോ, അതായത് ഒരു ലോങ് ഡാഷ് പിന്നെ ഒരു ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട്, ആ രീതി വരുന്നത് നമ്മൾ സെന്റർ ലൈൻ അല്ലെങ്കിൽ ആക്സസ് ഓഫ് സിമെട്രി, ഈ ആക്സസിന് അപ്പുറം ഇപ്പുറം സിമെട്രിക്കലാണ് അങ്ങനെ കാണിക്കുന്നത്. കട്ടിംഗ് പ്ലെയിൻ ഇതെല്ലാം കാണിക്കാനാണ് ലോങ് ഡാഷ്ഡ് ഡോട്ടഡ് നാരോ ലൈൻസ് വരയ്ക്കും. ഓക്കെ, ഇനി ലോങ് ഡാഷ്ഡ് ഡോട്ടഡ് വൈറ്റ് ലൈൻ ആണെങ്കിലും നമ്മൾ നേരത്തെ എന്താണ് ചെറിയ കുഞ്ഞു ലൈൻസാണ് കാണിച്ചത്, അതിൻ്റെ ലോങ് ഡാഷ്ഡ് ഡോട്ടഡ് വൈറ്റ് ലൈൻ ആണെങ്കിൽ അത് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന ഫ്ലോ പോലെ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ലൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലൈൻ വിഡ്ത്ത് ആണ്. ലൈൻ വിഡ്ത്ത് പറയുന്ന കോഡും ഓർത്ത് വെക്കുക. IS 10714 2001 ആണ്. ലൈൻ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ലൈൻ തിക്നെസ്സിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി 0.13, 0.18, 0.25, 0.35, 0.5, 0.7 ആൻഡ് 1 mm ഇത്രയും ലൈൻ വിഡ്ത്ത് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന റേഞ്ച്. അപ്പോൾ റേഞ്ച് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ തിൻ ലൈൻ്റെയും തിക്ക് ലൈൻ്റെയും ഡ്രോയിങ്ങിലുള്ള റേഷ്യോ ചോദിക്കാറുണ്ട്. 1:2 ആണ്. അപ്പോൾ ഈ റേഷ്യോ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഡ്രോയിങ്ങിലുള്ള തിൻ ലൈൻ്റെയും തിക്ക് ലൈൻ്റെയും റേഷ്യോ 1:2 ആണ്. ഓക്കെ, ഇനി അടുത്ത ഡയമെൻഷനിങ് ആണ്. ഡയമെൻഷനിങ് നമുക്ക് മെയിൻലി 3 ടൈപ്പാണ്: ചെയിൻ ഡയമെൻഷനിങ്, പാരലൽ ഡയമെൻഷനിങ്, കമ്പൈൻഡ് ഡയമെൻഷനിങ്. ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയിനായിട്ട് നമ്മൾ ഡയമെൻഷൻ ചെയ്ത് കൊടുക്കും. പാരലൽ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ പാരലലി നമ്മൾ ചെയ്തു പോകും. അതായത് ഓരോ എലമെന്റ്സും പാരലലി ഡയമെൻഷൻസ് ഇട്ട് കാണിക്കുന്നതാണ് പാരലൽ ഡയമെൻഷനിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ദ ഫിഗേഴ്സ് ക്യാൻ ബി റെഡ് ഫ്രം ദ ബോട്ടം ഓൺലി? ഏത് ടൈപ്പ് ഓഫ് ഡയമെൻഷനിങ് എന്നാണ് നമുക്ക് ഫിഗേഴ്സ് താഴെ നിന്ന് മാത്രം റീഡ് ചെയ്യാൻ പറ്റും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ അലൈൻഡ് സിസ്റ്റം, ഓപ്ഷൻ ബി യൂണിഡയറക്ഷണൽ സിസ്റ്റം, ഓപ്ഷൻ സി നോൺ അലൈൻ മൾട്ടി ഡയറക്ഷണൽ സിസ്റ്റം, പാരലൽ സിസ്റ്റം. പേരിനകത്ത് തന്നെ ഉണ്ട്, ഒരു ഡയറക്ഷനിൽ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഓപ്ഷൻ ബി യൂണി ഡയറക്ഷണൽ സിസ്റ്റമാണ്. ബോട്ടത്തിൽ നിന്ന് മാത്രം വായിക്കാൻ പറ്റുന്ന സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്ങിനെ നമ്മൾ യൂണി ഡയറക്ഷണൽ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ദേ ക്യാൻ ബി റീഡും അതുപോലെ തന്നെ വ്യൂ ചെയ്യുന്നതും ബോട്ടത്തിൽ നിന്ന് മാത്രമാണ്. അതാണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം. ഓക്കെ,
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനെ കുറിച്ചൊരു ചോദ്യം. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഇസ് റേഷ്യോ ഓഫ് ലെങ്ത് ഇൻ ഡ്രോയിങ് ടു ആക്ച്വൽ ലെങ്ത്, റേഷ്യോ ഓഫ് ആക്ച്വൽ ലെങ്ത് ടു ലെങ്ത് ഇൻ ഡ്രോയിങ്, റെസിപ്രോക്കൽ ഓഫ് ആക്ച്വൽ ലെങ്ത്, സ്ക്വയർ ഓഫ് ലെങ്ത് ഇൻ ഡ്രോയിങ്. എന്താണ് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ലെങ്ത് ഇൻ ഡ്രോയിങ് ടു ആക്ച്വൽ ലെങ്ത്. ഡ്രോയിങ്ങിലുള്ള ലെങ്ത്തിന്റെയും ആക്ച്വൽ ലെങ്ത്തിന്റെയും റേഷ്യോനെ നമ്മൾ പറയുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് ദ ഡ്രോയിങ് ഇസ് 50 mm. ദ സ്കെയിൽ ഇസ് ഗിവൺ ആസ് 1:5. ഫൈൻഡ് ദ ആക്ച്വൽ ലെങ്ത്. നമുക്ക് ലെങ്ത് ഓഫ് ദ ഡ്രോയിങ് 50 mm ആണ്, സ്കെയിൽ 1:5 ആണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 50 cm, 10 cm, 25 cm, 10 mm. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1:5 ആണ്. ഈ 1:5 എന്ന് പറയുന്ന റെഡ്യൂസിങ് സ്കെയിൽ ആണോ എൻലാർജിങ് സ്കെയിൽ ആണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ടൈപ്പ് ഓഫ് സ്കെയിൽ ഓൾറെഡി പറഞ്ഞു. സോ 1:5 എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള സ്കെയിൽ ആണെന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നമ്മുടെ ലെങ്ത് ഓഫ് ദ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ 50 mm ആണ്. അങ്ങനെയാണ് ആക്ച്വൽ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചത്. സോ 1:5 ആണ് നമ്മുടെ സ്കെയിൽ. സോ 50നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് 250 mm ആണ് നമ്മുടെ ആക്ച്വൽ ലെങ്ത്. പക്ഷെ നമുക്ക് 250 mm എന്നൊരു ഓപ്ഷൻ ഇല്ല, സെന്റിമീറ്ററിലുണ്ട്. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, 25 cm. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ നോക്കുക, യൂണിറ്റ് നോക്കുക, ജസ്റ്റ് സ്കെയിൽ മനസ്സിലാക്കുക. സ്കെയിൽ എൻലാർജിങ് ആണോ റെഡ്യൂസിങ് ആണോ എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നോക്കി ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഡെപ്പോസിറ്റ്സ് ആൻ എൻലാർജിങ് സ്കെയിൽ. ഞാൻ പറഞ്ഞായിരുന്നു എൻലാർജിങ് സ്കെയിൽ ഏതാണ് എന്ന ചോദ്യം വരും. അപ്പം നമുക്ക് നോക്കാം. 1:1.2, ദെൻ 1:2, 1:3, 1:1. അപ്പോൾ ഇവിടെ നമുക്ക് ഇച്ചിരി നല്ലൊരു ചോദ്യമാണ് ശരിക്കും തന്നേക്കുന്നത്. അതായത് നമുക്ക് എന്താ ചെയ്തിരിക്കുന്നത്, ആക്ച്വൽ ഡയമെൻഷനേക്കാളും കുറച്ച് വലുതാണ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള സ്കെയിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻലാർജിങ് സ്കെയിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എൻലാർജിങ് സ്കെയിലായിട്ട് വരുന്നത് ഏതാണ്? അപ്പം നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. 1:0.2 എന്നാണ്. 1:0.2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസിമൽ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. ഈ 0.2നെ അങ്ങ് ഞാൻ ഡെസിമൽ മാറ്റുവാണെങ്കിൽ 10:10 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടെണ്ണം. അപ്പം 1 × 10, 0.2 × 10. അപ്പോൾ എന്ത് വരും, 10:2. അതായത് 5:1 ആണ് നമ്മുടെ ഫസ്റ്റ് സ്കെയിൽ. അപ്പോൾ നമ്മൾ 1:1 ബാക്കി എല്ലാ ഓപ്ഷൻ, ഒരെണ്ണം മാത്രം 5:1 ആണ്. അപ്പം തന്നെ നമുക്കറിയാം എൻലാർജിങ് സ്കെയിൽ ഏതാണ്, ഓപ്ഷൻ എ 1:0.2. മനസ്സിലായോ? 1:0.2 എന്ന് പറഞ്ഞാൽ ആ പ്രപ്പോർഷൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളതിന് ഞാൻ ഈ ഡെസിമൽ മാറ്റാൻ വേണ്ടി 10 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 1 × 10 10 ആണ്, 0.2 × 10 എന്താണ്, 2 ആണ്. സോ എത്ര വരും, 5:1. അതാണ് നമ്മുടെ എൻലാർജിങ് സ്കെയിൽ. ബാക്കിയെല്ലാം 1:1. ഞാൻ പറഞ്ഞു ആദ്യം വലിയ നമ്പർ എഴുതി പിന്നെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് സ്കെയിലാണ്, അതാണ് എൻലാർജിങ് സ്കെയിൽ. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. അപ്പോൾ എൻലാർജിങ് സ്കെയിലും റെഡ്യൂസിങ് സ്കെയിലും എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഓപ്ഷൻ എ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കെയിൽ ഇസ് യൂസ്ഡ് ഇൻ സർവേ മാപ്പ്. സർവേ മാപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് സ്കെയിലാണ്? എഞ്ചിനീയർ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, ഗ്രാഫിക്കൽ സ്കെയിൽ, വെർണിയർ സ്കെയിൽ. നമ്മൾ ഗ്രാഫിക്കൽ സ്കെയിലാണ് സർവേ മാപ്സിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, which of the following scales represent two different units having the same representative fraction? ഒരേ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഉള്ള രണ്ട് ഡിഫറെന്റ് യൂണിറ്റ്സിനെ കാണിക്കുന്ന സ്കെയിൽ ഏതാണ്? പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, കമ്പറേറ്റീവ് സ്കെയിൽ, വെർണിയർ സ്കെയിൽ. ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? നമുക്ക് ആൻസർ വരിക ഓപ്ഷൻ സി, കമ്പാരറ്റീവ് സ്കെയിലാണ്. രണ്ട് ഡിഫറെന്റ് യൂണിറ്റ്സിനെ കാണിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂസ്ഡ് ടു സെറ്റ് ഓർ മെഷർ ആംഗിൾസ് വെൻ എ പ്രൊട്ടാക്ടർ ഇസ് നോട്ട് അവൈലബിൾ. പ്രൊട്ടാക്ടർ അവൈലബിൾ അല്ലാത്തപ്പോൾ നമ്മൾ ആംഗിൾ മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, സ്കെയിൽ ഓഫ് കോർഡ്സ്, കമ്പാരറ്റീവ് സ്കെയിൽ. ഇത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ആൻസർ ഏതാണ്? സ്കെയിൽ ഓഫ് കോർഡ്സ് ആണ് നമ്മൾ പ്രൊട്രാക്ടറിന്റെ അഭാവത്തിൽ ആംഗിൾ മെഷർമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വിച്ച് സ്കെയിൽ റെപ്രസെന്റ്സ് ഓൺലി 2 യൂണിറ്റ്സ് ഓർ എ യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് സബ് ഡിവിഷൻ. രണ്ട് യൂണിറ്റ് കാണിക്കുക, ഒരു യൂണിറ്റോ അതിന്റെ സബ് ഡിവിഷനോ കാണിക്കുന്ന സ്കെയിൽ ഏതാണ്? ഓപ്ഷൻ എ ഡയഗണൽ സ്കെയിൽ, ഓപ്ഷൻ ബി പ്ലെയിൻ സ്കെയിൽ, ഓപ്ഷൻ സി സ്കെയിൽ ഓഫ് കോർഡ്സ്, ഓപ്ഷൻ ഡി വെർണിയർ സ്കെയിൽ. ഈ ചോദ്യം നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയുകയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യും. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഓവർസിയർ എക്സാംസിനോ അല്ലെങ്കിൽ ഈ എക്സാംസിനോ ടെക്നിക്കൽ ഏതെങ്കിലും സിവിൽ എക്സാംസിനോ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഫ്രീ കണ്ടന്റ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ചാനൽ അവരിലേക്കും എത്തിക്കുക. താങ്ക് യു.